തൃശ്ശൂർക്കാര് തൃശ്ശൂപൂരം മടക്കി. സുരേഷ് ഗോപി എന്നാ തൃശ്ശൂപൂരം ആഘോഷിക്കുന്നത്. കേരള ജനത ഏറ്റവും അധികം ആഗ്രഹിച്ച വിജയമാണ് ഇന്ന്. ഈ വേളയിൽ എന്താ പറയേണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അത്രയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ തൃശ്ശൂർക്കാര്. സുരേഷ് ഗോപിക്ക് അത് കൊടുക്കായിരുന്നു. കാത്തിരുന്ന് കണ്ടോട്ടെ. ഇനി അവിടെ ഇരുന്ന് കസാരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ തരുന്നില്ലേ അത് നിർത്തുക. ഇനി കാത്തിരുന്ന് കാണട്ടവര് എന്താ കളി എന്നുള്ളത്. പവറുള്ള മനുഷ്യല്ലേ. ഓരോ 1.5 കിലോനാ കാക്കർക്കും. തൃശ്ശൂര് ചോദിച്ചു ഞങ്ങൾ വാരിക്കോരി കൊടുത്തു. അതല്ലേ ഇതില് വേറെ ഉണ്ട്, വേറെ ഒന്നും വേണ്ട, അത് മതി. സാറിന് നല്ലത് പറ്റേ രക്ഷിക്കണം തന്നെ. അല്ല നോക്കണം. അത്ര പറയാനുള്ളൂട്ടാ. എന്റെ പടത്തുനാഥ ഇനി എന്തോടാ ഞാൻ പറയേണ്ടത്? ഒന്നും ഇനി പറയാനില്ലാട്ടാ. നമസ്കാരം. തൃശൂർ സ്വരാജ് ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എന്തായാലും വലിയ ആഘോഷമാണ് നടക്കുന്നത്. BJPയുടെ വിജയാഹ്ലാദ പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം സുരേഷ് ഗോപി, നിയുക്ത MP സുരേഷ് ഗോപിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ കളക്ടറെ നേരിട്ട് കണ്ടു. അതിനുശേഷം നേരെ ഹയാത്ത് ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ നിന്നും അദ്ദേഹം ഇനി ബൈക്ക് റാലിയുമായി സ്വരാജ് റൌണ്ടിലേക്ക് എത്തുന്നു. സ്വരാജ് റൌണ്ടിലെത്തിയതിനു ശേഷം തേക്കിൻകാട് മൈതാനത്ത് നിന്നുമാണ് ഇനി റോഡ് ഷോ ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഇവിടെ പ്രവർത്തകരെല്ലാവരും തന്നെ വലിയ അത്യാഹ്ലാദത്തിൽ മതിമറന്ന് നൃത്തം വയ്ക്കുകയും താളവാദ്യ മേളങ്ങൾക്ക് അകമ്പടിയോടുകൂടി നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളുമൊക്കെയായി അവരെല്ലാവരും ഇവിടെ കൂടി നിന്ന് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും, അതായത് പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കെന്തായാലും ഇവിടെ ആഹ്ലാദ പ്രകടനം നമുക്ക് കാണാം. വലിയ ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ, നിങ്ങളുടെ യോർമ്മ പുതുക്കുമ്പോൾ, നിങ്ങളുടെ യോർമ്മ പുതുക്കുമ്പോൾ ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ പിന്നെ വിളിക്കും. വന്ദേ മാതരം. ഇനി മുറക്കെ വന്ദേ മാതരം. ഇനി മുറക്കെ വന്ദേ മാതരം. ഛത്രപതി ശിവജി കെ റാണി കെ. വലിയ ആവേശത്തിൽ തന്നെയാണല്ലോ നിങ്ങളുടെ എല്ലാവരും മുദ്രാവാക്യം വിളി. എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു വിജയമാണ് ഇവിടെ കേരളത്തിൽ വന്നുള്ളത്. അപ്പൊ പിന്നെ ആഘോഷിക്കാനുള്ള ആവേശത്തോടെ അത് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ തകർക്കണം ഞങ്ങൾക്ക്. കാരണം കേരള ജനത ഏറ്റവും അധികം ആഗ്രഹിച്ച വിജയമാണ് ഇന്ന് കേരളത്തിലെ സുരേഷ് ഗോപിക്ക് കിട്ടിയുള്ളത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരൻ പറഞ്ഞിട്ടായിരുന്നു കേരളത്തിലെ BJP അക്കൗണ്ട് തുറക്കില്ല, അക്കൗണ്ട് തുറക്കാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബാങ്കിലായിരിക്കുന്നത്. മുരളിയേട്ടൻ ഇന്നലെ രാത്രി കേരളം വിട്ടുപോയി, തൃശ്ശൂര് വിട്ടുപോയി. അദ്ദേഹത്തിന് ബാങ്കിൽ അക്കൗണ്ട് തുറക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ ഞാൻ അയച്ചു കൊടുക്കാന്ന് പറയാം അദ്ദേഹത്തിനോട്. അതിന് ഞാൻ തയ്യാറാണ്. കേരളം ഇത് ആഘോഷിക്കേണ്ട ദിവസമാണ്. സുരേഷ് ഏട്ടൻ ജയിച്ചു വന്നേക്കുന്ന കേരളത്തിലെ BJP താമര വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു. ഇത് ആഘോഷമാണ്, ആവേശമാണ്, ഞങ്ങളുടെ അഹങ്കാരമാണ്. അത്ര തന്നെ. അവരെ 6 മാസം പെൻഷൻ കൊടുക്കാണ്ട് ഈ സാധാരണ കുടുംബക്കാർക്ക് പെൻഷൻ കൊടുത്ത അന്നൊക്കെ പറയാനാണ് ആ കൊടുക്കാത്ത മനുഷ്യന്മാർക്ക് അവരെ കിട്ടിയ പാർട്ടി അവന് അഹങ്കാര 5-6 മാസം പെൻഷൻ കൊടുക്കാണ്ട് പെട്ടി ബാലറ്റ് പെട്ടി തീർന്നപ്പോ VS പെട്ടി തീർന്നപ്പോ VS പെട്ടി കൊല്ലം VS ഞങ്ങളെ ചെക്കുള്ളപ്പോ ഒരാൾ സുരേഷ് ഗോപി പറഞ്ഞു
തൃശ്ശൂർ എടുക്കുന്നു, അതെടുത്തു തൃശ്ശൂര്. അത്ര ഉള്ളൂ എനിക്ക്. തൃശ്ശൂർ എടുത്തോ, തൃശ്ശൂർ എടുത്തോ ഇല്ല. തൃശ്ശൂര് എടുക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, എന്നാലും തൃശ്ശൂര് എടുത്തു. സുരേഷ് ഗോപി ഞങ്ങളുടെ ചങ്ക്, ഞാൻ മണ്ണിൽ മഞ്ഞ ഒരാളാണ്. എന്നാലും തൃശ്ശൂർ എടുത്തോ, എടുത്തോ. വലിയ ആഘോഷത്തിൽ തന്നെയാണ് എല്ലാവരും തന്നെ. അവരുടെ ആ ആവേശം അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അത്യധികം ആവേശത്തോടെയും ആർപ്പുവിളികളോടും കൂടിയിട്ടാണ് അവരെല്ലാവരും തന്നെ ഈ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി എന്താണ് പറയാനുള്ളത്? ഈ വേളയിൽ എന്താ പറയേണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അത്രയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ തൃശ്ശൂർക്കാര് സുരേഷ് ഗോപിക്ക് ഞങ്ങൾ കൊടുക്കായിരുന്നു. ആളോട് സന്തോഷം സന്തോഷം സന്തോഷം. ജയ്. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതിന് അതിയായ സന്തോഷം. ഇന്നലെ ഞങ്ങൾക്കും സന്തോഷമായിരുന്നു, ഇന്ന് ഇവിടെ വന്ന് സന്തോഷം. അടിപൊളി സന്തോഷം, വളരെയധികം സന്തോഷം. സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. തൃശ്ശൂര് ചോദിച്ചു ഞങ്ങൾ വാരിക്കോരി കൊടുത്തു. അതല്ലേ ഇതിൽ വേറെ ഉണ്ട്, വേറെ ഒന്നും വേണ്ട, അത് മതി. ഹൃദയം കൊടുത്തോ? അല്ല, പിന്നെ അത്ത കൊടുത്തു. അത് വേണം. നമ്മുടെ സുരേഷ് ഗോപി അത്ര നല്ല ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ഗോപി. ഇഷ്ടപ്പെടാൻ കാരണം അത്ര നല്ല വ്യക്തിന്, ഇത്രയും നല്ല മനുഷ്യൻ വേറെ ഇല്ല. നമുക്ക് എല്ലാവരും സഹായിക്കുന്ന ആളല്ലേ, ഇത്രയും നല്ലൊരു വ്യക്തികളില്ല. അതന്നെ. നീ കാത്തിരുന്ന് കണ്ടോളെ എതിർ ടീം. ഇനി എന്താവും തൃശ്ശൂരിന്റെ ഗതി, എന്താവും ആക്കി മാറ്റുന്നുള്ളത് ഇനി കാത്തിരുന്ന് കണ്ടോട്ടെ. ഇനി അവിടെ ഇരുന്ന് കസാരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ തരുന്നില്ലേ, അത് നിർത്തുക. ഇനി കാത്തിരുന്ന് കാണട്ടവര് എന്താ കളി എന്നുള്ളത്. പവറുള്ള മനുഷ്യരല്ലേ, ഓരോ 1.5 കിലോനാ തകർക്കും. 1.5 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഇപ്പൊ തൃശ്ശൂരിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 1947 സ്വാതന്ത്ര്യം കിട്ടിയ അതുപോലെ സ്വാതന്ത്ര്യം കിട്ടി ഇപ്പൊ തൃശ്ശൂരിന്. ഇന്നലെ നേടി, അതിന് സത്യപ്രതിജ്ഞ കഴിയട്ടെ. അപ്പൊ ഇനി കാണാം അടുത്ത അറസ്റ്റ് ചെയ്യാൻ അടുത്ത മൂമെന്റ്. അതാണ് അടിപൊളി വിജയം. തൃശ്ശൂര് മണ്ഡലത്തില് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു വിജയം ഉണ്ടാക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല വിജയം. സുരേഷ് ഗോപി തൃശ്ശൂർക്കാരെ പൊന്നാണ്. പിന്നെ ലോർദ് മാതാവിന് കൊടുത്ത ചെമ്പാണ് സുരേഷ് ഗോപി വിജയിച്ച് ഇവിടെ കാണിച്ചു കൊടുത്തുള്ളത്. എല്ലാവരും അതിന് കുറ്റം പറഞ്ഞു, മീഡിയ പോലും. സുരേഷ് ഗോപി ചെമ്പ കൊടുത്തത്, ആ ചെമ്പിന്റെ വിജയമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ആഘോഷിക്കുന്നത്. തൃശ്ശൂർക്കാര് തൃശ്ശൂപൂരം മടക്കി, സുരേഷ് ഗോപി തൃശ്ശൂപൂരം ആഘോഷിക്കുന്നത്. തൃശ്ശൂര് വിജയം, സുരേഷ് ഗോപിയുടെ വിജയം, ബിജെപിയുടെ വിജയം, നരേന്ദ്രമോദിയുടെ വിജയം. അടിപൊളി. ഇതുപോലെ ഒരു പാർട്ടിക്കും തൃശ്ശൂർ ജില്ലയില് ആഘോഷിക്കാൻ പറ്റില്ല. തകർക്കും, വെട്ടിക്കെട്ടടക്കം തകർക്കും സുരേഷ് ഗോപി. അടുത്ത കൊല്ലം വെട്ടിക്കെട്ടടക്കം തകർത്തിരിക്കും. അടുത്ത ഭരണം ഇതല്ല, ഞങ്ങള് കാത്തിരുന്ന സ്വപ്നങ്ങളായിരുന്നു നിറവേറ്റി. അടുത്ത ഭരണത്തില് കേരള ഒട്ടാകെ സുരേഷ് ഏട്ടന്റെ നേതൃത്വത്തില് വരും. ജയ് മാതാക്കി ജയ്. തട്ടണ്ട മുട്ടണ്ട, ബിജെപിയെ തൊടണ്ട, തകർത്തരിപ്പണമാക്കും ഞങ്ങൾ. പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ്. നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവരെല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് അവരെല്ലാവരും തന്നെ നിൽക്കുന്നത്. ചേട്ടാ എന്താണ് പറയാനുള്ളത്? തൃശ്ശൂർ രക്ഷപ്പെട്ടു, അതന്നെ. നമ്മൾക്ക് ഇവിടെ വികസനമാണ് വേണ്ടത്. ആ വികസനം 10 കൊല്ലമായിട്ടില്ല. ഇവിടെ 10 അല്ല, എന്റെ അറിവില് 30 കൊല്ലമായിട്ടില്ല. പക്ഷെ ഇനി വികസനം എന്താണെന്നുള്ളത് ജനങ്ങളറിയും. തൃശ്ശൂര് ആൾ തോറ്റിട്ടും തൃശ്ശൂര് കാര്യങ്ങൾ ചെയ്തു, അതില്ലാന്നാണ് പറഞ്ഞത്. അതില്ലാത്തവര് മാർക്കറ്റ് പോയി കാണട്ടെ. ആൾ ചെയ്ത കാര്യങ്ങൾ കുറയുണ്ട് ഇവിടെ, അത് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും. അതിനുള്ള നന്ദി ഈ വോട്ടർമാർ ചെയ്തു. അപ്പൊ സുരേഷ് ഗോപിക്കും ഈ ജനറ്റിക്കും എല്ലാവർക്കും നന്ദി. പൂരപ്രേമികളുടെ നാടാണ് തൃശ്ശൂര്. ഈ പൂരമുടക്കികൾക്കുള്ള സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ സുരേഷ് ഗോപി കൊടുക്കുന്ന മറുപടിയാണിത്. ഇന്ന് തൃശ്ശൂർ പൂരം പോലെ ഇവിടെ സുരേഷ് ഗോപിയുടെ വിജയം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ആറാടാണ് തൃശ്ശൂർക്കാർ മുഴുവൻ. ലോക ഭാരത് മാതാക്ക്. ചേട്ടാ, എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് അന്തം കമ്പികളോട്. താമര കുളത്തിലും തോട്ടിലും മാത്രമല്ല വളരുന്നത്, തൃശ്ശൂരിലും വളരും. ഇത്രോട്ടും പ്രതീക്ഷിച്ചിട്ടില്ല.
നമ്മള് മാക്സിമം 10,000 ഇത് വേണ്ടക്കടേ. അതിന് ഏറ്റവും വലിയ നന്ദി തൃശ്ശൂർത്തെ വോട്ടർമാർക്ക് ഏറ്റവും വലിയ നന്ദി പറയുന്നത് സുരേഷ് വേണ്ടി വോട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വികസന കാലാണ് വരാൻ പോണത്. ഞങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാതും സുരേഷ് ഗോപിയോട് അവതരിപ്പിക്കും. അദ്ദേഹം അത് പൂർണ്ണമായിട്ടും 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് നടപ്പാക്കി തരുമെന്ന് എല്ലാം വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി താമരയുടെ കാലമാണ്. പവർഫുൾ മാൻ ഈസ് കമ്മിങ് ടു തൃശൂർ. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയില്ലേ, അയാളെ എല്ലാവരും ജനനായകനായിട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരില്ലേ അദ്ദേഹത്തെ ജനസേവകനായിട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തൃശ്ശൂരിൽ സാറ് ജയിച്ചതിന് ഞങ്ങൾക്ക് നന്ദി. അത്രേ ഇനി എന്നിട്ട് കൂടുതൽ പറയാനുള്ളത് അത്ര നന്ദി. എന്താ സാറിന് നല്ലത് വരട്ടെ. എന്നെ രക്ഷിക്കണം, എന്നെ നോക്കണം. എനിക്ക് അത്ര പറയാനുള്ളൂ കേട്ടോ. എന്നെ പടക്കുന്നാട്ടാ. ഇനി എന്തോട്ടാ ഞാൻ പറയേണ്ടത്? ഒന്നും ഇനി പറയാനില്ല കേട്ടോ. കണ്ടിട്ട് തന്നെ ഞാൻ പോകലട്ടാ. എല്ലാവർക്കും നന്ദി. വലിയ ആവശ്യത്തിൽ തന്നെയാണല്ലോ ചേട്ടാ, എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് ഇപ്പോ താമര തൃശ്ശൂരിലെ മുരളി പറഞ്ഞു, കോൺഗ്രസിന്റെ ആരും മുരളി പറഞ്ഞു വിരിയാൻ പോകുന്നത് കോഴിമുട്ടിയാന്ന്. ഇപ്പൊ താമര ഭൂമിന്ന് വെള്ളത്തിൽ നിന്ന് മേലേക്ക് ആകാശത്തിൽ പ്രകാശം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഇത് ഇനിയിവിടെ BJPയുടെ ഭരണം തുടർന്ന് വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ആരംഭത്തിൽ ഒരു സീറ്റ് കിട്ടിയത് അതിനു വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിക്ക്. ഇനിയുള്ളത് താമരക്കാലം തന്നെയാ, പേടിക്കണ്ട. ചങ്കൾ സുരേഷ് ഞങ്ങൾ ചങ്കിൽ സുരേഷ് ഗോപി, തങ്ക് നിറ സുരേഷ് ഗോപിയാണ് ഞങ്ങളുടെ, മനസ്സിലായ? തങ്കഞ്ഞാണ്. പിന്നെന്താ, ഞങ്ങൾ മരിക്കാൻ നേരെ സുരേഷ് വേണ്ടിട്ട് 100% ഉറപ്പാ. തൃശ്ശൂരിന്റെ ചെങ്കാണ്. ഞങ്ങളും കൊടുത്തു, ആളും കൂടി തന്നു, മനസ്സിലായില്ലേ? ചങ്കിന്റെ ചങ്കടിപ്പിന്റെ അതേ ഹൃദയം പിടിപ്പ് വടക്കുന്നാനുമാരി ഹൃദയം പിടിപ്പാണ് സുരേഷ് ഗോപി. വടക്കുന്നാനുമാരി ഹൃദയം പിടിപ്പാണ് ഞങ്ങളുടെ സുരേഷ് ഗോപി. ഒരു ജനപ്രതിനിധിനെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇനി കാണാനിരിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. കാണാനിരിക്കുന്ന പൂരം ഇനി പറഞ്ഞറിയിക്കണോ? അതെ അതെ. കാണാതിരിക്കുന്ന പൂരം ഇനി പറഞ്ഞിരിക്കുന്ന കാര്യമില്ല. കാരണം 1 കരുവന്നൂർ പൂരം, 2 തൃശ്ശൂർ പൂരം, ഇതായിരിക്കുന്ന മാതാവ്. ഇത് ഈ സാധനം പറയുന്നത്, ഈ റൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ സ്വന്തം സ്ഥലമൊന്നുമല്ല, ഇത് വടക്കുന്നാന്റെ സ്ഥലമാ, മനസ്സിലായില്ലേ? ഈ സാധനം പുത്തമ്പള്ളിയുടെ പെരുന്നാൾ വരെ 12 ഹോട്ടലിട്ടപ്പോ എടുത്ത് മാറ്റാൻ പറഞ്ഞത് എന്തുകൊണ്ട് പറയൂ? അത് ഇത് വടക്കുന്നാന്റെ സ്ഥലമായ കാരണം അല്ലെ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആർക്കും. പക്ഷെ ഞങ്ങൾ പറയുന്നൊരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം, ലൈവായിട്ട് പറയാം. ഇവിടെയും വെള്ളം കയറില്ല, സുരേഷ് ഗോപിയുടെ മനസ്സിലും വെള്ളം കയറില്ല, 2 സ്ഥലത്തും വെള്ളം കയറില്ല. അത് കാരണം തൃശ്ശൂർ ഞങ്ങൾ കൊടുക്കാണ് പരിപാടി. എല്ലാവരും ഇതിനും 1000 വോട്ടിന് ജയിക്കുന്നു. അതിന് ദൈവം സഹായിച്ച എല്ലാവരും, എല്ലാ അണികളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഈ 75,000 വോട്ട് കിട്ടണമെങ്കിൽ എല്ലാവരും മനസ്സിൽ കണക്കൂട്ടിണ്ടാവും ആര് വരണമെന്ന്. വേറൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. സുരേഷ് ഗോപി 2 മുന്നണി മാറി മാറി ഉണ്ടാക്കി ഇവിടെ. എന്താ കാര്യം? നമ്മളെ ചേട്ടൻ വന്നു, ഒരു പൂരം കഴിഞ്ഞു, അത് അന്ന് നടന്നില്ല. 2ാം പൂരം കഴിഞ്ഞു, നടന്നില്ല. 3ാം പൂരത്തിന് സുരേഷ് ചേട്ടന്റെ പൂരത്തിന് അപ്പൊ വന്നിരിക്കുന്നു കൊല്ലങ്കോട്ടിന്ന്. അപ്പൊ നല്ലൊരു പൂരം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ സുരേഷ് ചേട്ടന് വേണ്ടിയിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി കൊല്ലങ്കോട്ടിന്ന് ഞാൻ വന്നിരിക്കുകയാണ്. 5 കൊല്ലം ഒരു MLA സ്ഥാനമില്ലാതെ, ഒരു MP സ്ഥാനമില്ലാതെ, ഒരു കൌൺസിലർ സ്ഥാനമില്ലാതെ ഞങ്ങളുടെ ഈ നാടിനെ 5 കൊല്ലമായിട്ട് ആള് സ്നേഹിച്ച് ആള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഫലമായി ഈ തൃശൂർ ജില്ലയിലെ വിഭാഗം മതസ്ഥരും ഒരുമിച്ച് അതിന്റെ രീതിയിൽ വോട്ട് ചെയ്തു. അതെല്ലാം ജാതി മതഭേദമന്യേ അത് ചെയ്തു എന്ന് തന്നെയാണ് ഈ ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷം അത് തെളിയിക്കുന്നത്. അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും എന്താ പറയാ വ്യക്തമായ ഒരു പരിശ്രമ ഫലമായി ഈ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു ഭൂരിപക്ഷത്തിലേക്ക് NDAക്ക് എത്താൻ പറ്റിയെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി BJP എല്ലാ സ്ഥലത്തും താമരകൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. തിരുവനന്തപുരത്തും വിരിയും, ഇവിടെയും വിരിയും, നാട് മുഴുവനും താമര വിരിയും, എല്ലാ ഭാഗത്തും താമര വിരിയും. ഈ നിലയ്ക്ക് പോണം. മോദിജി വന്നാലേ ഈ നാട് നേരെയാവുള്ളൂ. അരി തരുന്നത് മോദിജിയല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും മോദിജി തന്നെ വരണം. മോദിജിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. തൃശ്ശൂര് ഇപ്പോ ആനയും വെടിക്കെട്ടും ഇല്ലാത്തൊരു പൂരാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാവരും കൂടി സന്തോഷിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതെ, ആനയും അമ്പാരിയും ഒന്നുമില്ലാതെ, വെടിക്കെട്ടൊന്നുമില്ലാതെ
വലിയ ഒരു പൂരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ കൂടി നിൽക്കുന്നവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും സുരേഷ് ഗോപിയെ അത്രത്തോളം ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്താ ചേട്ടാ പറയാനുള്ളത്? അതെ, പിണറായിയുടെ അന്ത്യം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പിന്നുള്ളത്. പിണറായി വിജയന്റെ അന്ത്യം കുറിക്കുന്ന, അതായത് സുരേഷ് ഗോപിയിലൂടെ കേരളം ഒട്ടാകെ താമര വിരിയാൻ പോവാണ്. അതായത് ഇനി അടുത്ത് വരുന്നത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ, അതിലും നമ്മൾ എല്ലാവരും എന്തായാലും ഉണ്ടാവും. അതേമാതിരി തന്നെ അസംബ്ലി ഇലക്ഷൻ. ഇതിൽ അസംബ്ലി ഇലക്ഷനിൽ ഏറ്റവും ചുരുങ്ങിയത് BJP ആയിരിക്കും പ്രതിപക്ഷത്ത് വരിക. മനസ്സിലായ? അപ്പൊ ഇവരിപ്പോ നിൽക്കുന്ന കോൺഗ്രസും CPM-ഉം കൂടിയിട്ട് ഒറ്റക്കക്ഷിയായിട്ട് മത്സരിക്കേണ്ട ഗതികേട് ഈ കേരളത്തിൽ വരാൻ പോവാണ്. അതിന്റെ തുടക്കള് ഇന്ന് സുരേഷ് ഗോപിയിലൂടെ ഞങ്ങൾ BJP-കാർ ചെയ്യുന്നത്. കേരളം മുഴുവൻ താമര വിരിയും. വരും. ഉറപ്പ് 99% പറയും. കാലം മുഴുവനും താമര തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. കാരണം ചോപ്പ് ഒന്നും അല്ലാതായിപ്പോയി. ചോപ്പ് ഇത് ഇവിടെ ഒരെണ്ണം മാത്രമേ അപ്പൊ അത് പിടിച്ചു കഴിഞ്ഞ് വളർന്ന് ചളിയിൽ നിന്നിട്ട് അങ്ങോട്ട് താമര വിരിഞ്ഞ് ഭൂലോകം മുഴുവനും താമരയാവും. അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞ ആൾക്കാർ അക്കൗണ്ട് തുറന്നില്ല, ഞങ്ങളാ അക്കൗണ്ട് തുറന്ന. ഞങ്ങള് സുഖമായിട്ട് ഇതാ കണ്ടില്ല, ഒരു പൂരത്തിനാ വന്നിരിക്കുന്നത്. ഞങ്ങള് ഒരു പൂരം തന്നെ, തൃശ്ശൂര് പൂരം, അത് അക്കൗണ്ട് തുറന്ന കാരണമാണ് വീണ്ടും ഇവിടെ ഒരു പൂരം വന്ന് അല്ലേ. അപ്പൊ ഭാരതത്തിന്റെ എക്കാലത്തെയും ഫയർ ബ്രാൻഡ് ലീഡറായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ഒരിക്കൽ പറയുണ്ടായി, ചെളിക്കുണ്ടിൽ നിന്നാണ് താമര ഉയരുന്നത്, മതമലീനസമായ രാഷ്ട്രീയത്തിൽ നിന്നാണ് താമര ഉയരുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൽ മതമലീനസമായ ഒരു രാഷ്ട്രീയം, അക്രമം, അരാജകത്വം, അഴിമതി തുടങ്ങിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളക്കൂറുള്ള മണ്ണായി കേരള രാഷ്ട്രീയത്തിൽ താമര വിരിയും. അത് ദേശീയതയ്ക്ക് ശക്തി പകരുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എല്ലാവരും പറയുന്നത് ഇനിയും താമരകൾ ഇനിയും വിടർന്നുകൊണ്ടേയിരിക്കും കേരളക്കരെ ആകെ എന്നാണ് നമുക്ക് ഇവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പേർ ഇവിടെ കൂടെ നിന്ന് വലിയ തൃശ്ശൂർ ഞങ്ങളെടുത്തു, കിട്ടി തൃശ്ശൂർ കിട്ടി, തൃശ്ശൂർ കിട്ടി, സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കിട്ടി, സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കിട്ടി, ഒട്ടി ഭിത്തിയിലൊട്ടി, അതെ ഒട്ടി ഭിത്തിയിലൊട്ടി, കിങ്ങിണിക്കുട്ടൻ ഭിത്തിയിലൊട്ടി, കിങ്ങിണിക്കുട്ടൻ ഭിത്തിയിലൊട്ടി, കൂട്ടത്തിലൊട്ടി ഒപ്പം തന്നൊട്ടി, അതെ കൂട്ടത്തിലൊട്ടി ഒപ്പം തന്നൊട്ടി, കരുവന്നൂർ കള്ളനും ഭിത്തിയിലൊട്ടി, കരുവന്നൂർ കള്ളനും ഭിത്തിയിലൊട്ടി, കിട്ടി എന്നാലും വളരെ രസകരമായ ഗാനമൊക്കെ ആലപിച്ചുകൊണ്ട്, വളരെ ഹാസ്യാത്മകമായ ഗാനമൊക്കെ ആലപിച്ചു. ചേട്ടാ, ഈ പാട്ടെഴുതിയ ചേട്ടൻ തന്നെയാണോ? ചേട്ടൻ തന്നെയാണോ ഈ പാട്ടെഴുതിയത്? ഇത് എഴുതിയത് ഞാൻ തന്നെയാണ്. പെട്ടെന്ന് എഴുതിയ അത് ഇങ്ങോട്ട് പോരാൻ പോകുന്ന നേരത്തെ എഴുതിയാലോ, ഒരു മണിക്കൂറുണ്ട്. അല്ല, എല്ലാവരുടെ ചേർന്ന് പാടണേ. എല്ലാവരുടെ കൈയടിച്ചുകൊണ്ട് ഒന്നുകൂടെ പാട്ട് പാടാൻ പോയാണ്. വളരെ രസകരമായ പാട്ടാണ്. തുടങ്ങട്ടെ. അഭിവാദ്യങ്ങൾ സുരേഷ് ഗോപിക്ക് അഭിനന്ദനങ്ങൾ, സുരേഷ് ഗോപിക്ക് അവാദ്യങ്ങൾ. നിങ്ങളറിഞ്ഞോ അയ്യോ നിങ്ങളറിഞ്ഞോ സുരേഷ് ഗോപി തൃശൂരങ്ങെടുത്തു, സുരേഷ് ഗോപി തൃശൂരങ്ങെടുത്തു, തൃശൂരെടുത്തു സുരേഷ് ഗോപി തൃശൂരങ്ങെടുത്തു, ഞങ്ങളെടുത്തു അതെ ഞങ്ങളെടുത്തു തൃശൂർ അങ്ങനെ ഞങ്ങളെടുത്തു, തൃശൂർ അങ്ങനെ ഞങ്ങളെടുത്തു.
നിങ്ങൾ പറഞ്ഞോരെടുത്താലും മുങ്ങാത്ത നിങ്ങൾ പറഞ്ഞോരെടുത്താലും മുങ്ങാത്ത കനമുള്ള തൃശൂർ ഞങ്ങളെടുത്തു കനമുള്ള തൃശൂർ ഞങ്ങളെടുത്തു കിട്ടി കിട്ടി തൃശൂർ കിട്ടി കിട്ടി തൃശൂർ കിട്ടി സുരേഷ് ഗോപിക്ക് തൃശൂർ കിട്ടി സുരേഷ് ഗോപിക്ക് തൃശൂർ കിട്ടി ഒട്ടി ഒട്ടി ഭിത്തിയിലൊട്ടി ഒട്ടി ഒട്ടി ഭിത്തിയിലൊട്ടി കിങ്ങിണിക്കുട്ടൻ കിങ്ങിണിക്കുട്ടൻ ഭിത്തിയിലൊട്ടി കൂട്ടത്തിലൊട്ടി ഒപ്പം തന്നൊട്ടി കൂട്ടത്തിലൊട്ടി ഒപ്പം തന്നൊട്ടി കരുവന്നൂർ കള്ളനും ഭിത്തിയിലൊട്ടി കരുവന്നൂർ കള്ളനും ഭിത്തിയിലൊട്ടി കിട്ടി കിട്ടി തൃശൂർ കിട്ടി സുരേഷ് ഗോപിക്ക് തൃശൂർ കിട്ടി അഭിവാദ്യങ്ങൾ 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 സുരേഷ് ഗോപിക്ക് അഭിവാദ്യങ്ങൾ സുരേഷ് ഗോപിക്ക് അഭിവാദ്യങ്ങൾ ഭാരത് മാതാ കീ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് പാലടി ഗാനങ്ങളൊക്കെ എഴുതിക്കൊണ്ടാണ് ഇവരെല്ലാവരും കരുതിക്കുന്നത്. എന്തായാലും അതാ ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ക്കിന് മാത്രല്ല ഇത് ക്യാമറ വേണ്ട ഇത് നമ്മുടെ മറുനാടൻ ഷാജന്റെ നമ്മുടെ ചങ്കണ് ഇത് ആൾ കൊടുക്കുക ഇത് നിങ്ങളെടുക്കുക. വലിയ സ്നേഹ പ്രകടനങ്ങളൊക്കെയാണ് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. എന്താ മോളുടെ പേരെന്താ? മോളല്ലേ പാട്ട് പാടിയത് സുരേഷ് ഗോപിക്ക് വേണ്ടി? സുരേഷ് ഗോപിക്ക് വേണ്ടി പാട്ട് പാടി വൈറലായ സുൽഫത്താണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താ മോളെ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ജയിച്ചല്ലോ. എനിക്ക് അധികമൊന്നും പറയാനില്ല. സുൽഫത്തിന്റെ ഉമ്മയല്ലേ, എന്താ പറയാനുള്ളത്? നല്ല സന്തോഷായി. എന്തായാലും ഒട്ടിന്റെ തലീസം ഞങ്ങള് പാട്ടുണ്ടാക്കി പാടി. അപ്പോഴും ഞങ്ങള് വിചാരിച്ചില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു 100% സാർ ജയിക്കുന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പന്നായിരുന്നു. എന്തായാലും താമര വിരിച്ചില്ലേ, അത് മതി. പാട്ടൊന്ന് പാടിയ പോലെ പാട്ടുണ്ടോ? നോക്കി പാടിക്കോ. പിന്നെ കുഴപ്പമില്ല. മോളെന്തായാലും അന്ന് പാട്ടുപാടി വൈറലാണ്. എന്തായാലും ചെണ്ടമേളം ചേട്ടന്മാർ കൂടി. നിങ്ങളുടെ ട്രൂപ്പിന്റെ പേരെന്താ? ഓം ശിവ പട്ടിക്കാട്. അപ്പം പട്ടിക്കാടുള്ള ടീമംഗങ്ങളാണ്. അപ്പൊ നിങ്ങളൊരു മേളം തുടങ്ങാം അല്ലെ? എന്തായാലും അതിമനോഹരമായ വാദ്യമേളങ്ങളുമായി കലാകാരന്മാർ ചേരുകയാണ്. നമുക്ക് ആ മേളം ഒന്ന് കേൾക്കാം.
ശക്തമായ വാദ്യമേളങ്ങളാണ് ഇപ്പോൾ ഇവിടെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കുന്നാഥന്റെ മുമ്പിൽ വലിയ ആഘോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും തന്നെ നിൽക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടി തന്നെ എല്ലാവരും ഇവിടെ താളം ചവിട്ടുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത്രയ്ക്ക് അതുപോലെ വലിയ ആഘോഷമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ വടക്കുന്നാഥന്റെ മുന്നിൽ തേക്കിൻകാട് മൈതാനിയിൽ പ്രായഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടി നൃത്തച്ചുവടുകൾ ചവിട്ടുന്ന വൈകുന്നേരം 3 മണി മുതൽ
വളരെ ഗംഭീരമായ വാദ്യമേളങ്ങളാണ് ഇപ്പോൾ ഇവിടെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കുന്നാഥന്റെ മുമ്പിൽ വലിയ ആഘോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും തന്നെ നിൽക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടി തന്നെ എല്ലാവരും ഇവിടെ താളം ചവിട്ടിയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത്രയ്ക്ക് അതുപോലെ വലിയ ആഘോഷമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ വടക്കുന്നാഥന്റെ മുന്നിൽ തേക്കിൻകാട് മൈതാനിയിൽ പ്രായഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്തച്ചുവടുകൾ ചവിട്ടുന്ന വൈകുന്നേരം 3 മണി മുതൽ
ശക്തമായ വാദ്യമേളങ്ങളാണ് ഇപ്പോൾ ഇവിടെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കുന്നാഥന്റെ മുമ്പിൽ വലിയ ആഘോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും തന്നെ നിൽക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടി തന്നെ എല്ലാവരും ഇവിടെ താളം ചവിട്ടുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത്രയ്ക്ക് വലിയ ആഘോഷമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ വടക്കുന്നാഥന്റെ മുന്നിൽ തേക്കിൻകാട് മൈതാനിയിൽ പ്രായഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്തച്ചുവടുകൾ ചവിട്ടുന്ന 74,000-ലധികം